കേരളത്തിലെ യൂസ്ഡ് കാർ മാർക്കറ്റ് വളരെയധികം പ്രതിസന്ധിയിലുള്ള അല്ലെങ്കിൽ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. പ്രത്യേകിച്ചും ഒരു സ്ഥലത്തെ പ്രൈസ് ആയിരിക്കത്തില്ല കേരളത്തിൻ്റെ മറ്റൊരു തലക്കിലെ പ്രൈസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽസ് വഴിയായിട്ട് തന്നെയാണെങ്കിലും കുറച്ചും കൂടെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി എല്ലായിടത്തും വരാനായിട്ട് ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽസിന് അതിൻ്റെ ഒരു അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ എല്ലാ പ്രദേശത്തെയും പ്രൈസസ്, മലയാളത്തിലുള്ള വീഡിയോസ് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡൽ ഇപ്പോൾ പർട്ടിക്കുലർ ഒരു ഇന്നോവ നമ്മൾ 2012 മോഡൽ ഒറിജിനൽ കേരള, ഇപ്പം ആലപ്പുഴ, എറണാകുളം ആ ഏരിയയിൽ നമുക്ക് പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും ചോദിക്കുക. പക്ഷെ മലപ്പുറം ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസ് കുറഞ്ഞും വരുന്നുണ്ട്, കൂടിയും വരുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു പ്രൈസ് അൺഓർഗനൈസ്ഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡീലർഷിപ്പുകൾ തന്നെയാണ്. നമ്മുടെ കാർ ബ്രാൻഡ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല ഡീലർഷിപ്പ് യൂസ് ചെയ്യുക, അതിൻ്റെ സർവീസ് അവർ ഓഫർ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ അവർ ഓഫർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാറുകൾ ആൾക്കാർ വാങ്ങിക്കുന്നു, അത് തിരിച്ചു വയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഡീലർഷിപ്പുകൾ കൈയൊഴിയുന്നു, അല്ലെങ്കിൽ അന്യായ ഓഫറുകളെന്ന് പറഞ്ഞിട്ട് ഈ ഡീലർഷിപ്പുകൾ ആളുടെ നിന്ന് കാർ വാങ്ങി വെക്കുന്നു. പക്ഷെ ആൾക്ക് വേണ്ട റീസെയിൽ വാല്യൂ, ആ പ്രൈസ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യൂസ്ഡ് കാർ മാർക്കറ്റ്, അവരാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തിൽ കളിക്കുന്ന ഒരു മെയിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അവർ ശരിക്കും ഈ ഓണറിന് കിട്ടേണ്ട ഒരു പ്രൈസ് മാക്സിമം അവർക്ക് കുറച്ച് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ ഇട്ടിട്ട് ഈ ഡീലർഷിപ്പുകൾ ഇവരെ എങ്ങനെയും ക്ലോസ് ചെയ്യും. പിന്നീട് ആ കാറ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നേരിട്ട് ഈ പറയുന്ന യൂസ്ഡ് കാർ ഡീലേഴ്സിൻ്റെ അടുക്കിലേക്കാണ്. ഈ യൂസ്ഡ് കാർ ഡീലേഴ്സ് എന്താ ചെയ്യുക, ഈ കിട്ടിയ ഓണറിന് കിട്ടിയ പ്രൈസിനൊന്നും അല്ല അവർ പിന്നീട് മറിച്ച് വയ്ക്കുന്നത്, അത് വേറൊരു പ്രൈസിൽ വേറൊരു ടാഗിലാണ് ആ വണ്ടി പിന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഡീലർഷിപ്പുകളുടെ ഉഴപ്പ് കാരണമാണ്. തീർച്ചയായിട്ടും എല്ലാ ഡീലർഷിപ്പുകളിലും യൂസ്ഡ് കാർഡ് ഇൻസ്പെക്ട് ചെയ്യാനും യൂസ്ഡ് കാർഡ് വാങ്ങാനുമായിട്ട് ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തസ്തികയിലോട്ട് ഒരാളെ ഇരുത്തുന്നുണ്ടെങ്കിലും അയാൾ മിക്കവാറും ഈ ഒരു യൂസ്ഡ് കാർഡ് ഡീലറിൻ്റെ ആ ഒരു പ്രദേശത്തുള്ള മെയിൻ യൂസ്ഡ് കാർഡ് ഡീലറിൻ്റെ ഒരു പാവയായിരിക്കും. ഞാൻ മിക്കവാറും കണ്ടുവരുന്നൊരു സെനാരിയോ ആണ്. മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള യൂസ്ഡ് കാർഡ് ഡീലർഷിപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരവിടെ വെള്ളമടിച്ച് ഓഫായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്റ്റാൻഡേർഡ് ഇപ്പിൻ്റെ ഷോറൂം ആണെങ്കിലും അങ്ങനെയുള്ള ഷോറൂംസിലൊക്കെ റീസെയിൽ വാല്യൂ അവർ കുറച്ചും കൂടെ കൂട്ടാനായിട്ട് അവരുടെ സൈഡിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഷോറൂംസും അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ബെറ്റർ പ്രൈസിൽ സാധാരണക്കാർക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ.